ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. എത്ര ഉമ്മമാരിതന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി വന്ന് ഉള്ളു നൊന്തു വിങ്ങി. എത്ര ഉമ്മമാരിതന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി വന്ന് ഉള്ളു നൊന്തു വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു ലോകത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാൻ്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണു നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. എന്താടി? ഒന്നുമില്ല, വെറുതെ എല്ലാ അളിയും പറയാറേ താത്താൻ്റെ പാട്ട് കേട്ട് വീണ് പോയതാണ് എന്ന്. ഒന്ന് പോടി പെണ്ണ അവിടുന്ന്. എനിക്കറിയോ, പണ്ടേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് ഏതൊരു സ്റ്റേജിമേ കയറിയിട്ട് പാടാൻ നിന്നാലും അതിൻ്റെ താഴത്തെ എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും എൻ്റെ അളിയൻ ആ പാട്ട് കേൾക്കാനായിട്ട്. അങ്ങനെ ഒരു കാലം. അല്ല ആഭ്യത്തെ പ്ലീസ് ഇപ്പം ആ കാലത്തേക്ക് എന്തായാലും തിരിച്ചു പോവല്ലേ. ആഭ്യത്തെ പറഞ്ഞിട്ടും അളിയൻ പറഞ്ഞിട്ടൊക്കെ ആയിട്ടേ നിങ്ങളെ ലവ് സ്റ്റോറി ഞാൻ ഒരുപാട് തവണ കേട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ പോരെ, അവൾക്ക് ലവ് സ്റ്റോറി കേട്ടും മടുത്തു പോലും. അല്ലജു കുളിക്കണില്ലേ? ആ കുളിക്കാൻ പോണ വഴിയാ. അപ്പോഴല്ലേ ആഭ്യത്തൻ്റെ താരാട്ടുപാട്ട് കേട്ട് നിന്നുപോയത്. എന്നാ പോയി കുളിച്ചിട്ട് പോരെ. എന്നാലും അന്ന മളെ ഞാൻ സമ്മതിച്ചിരിക്കണ ടർഷിയെ. മടിച്ചായിട്ടുള്ള നമ്മളെ നാത്തൂനെ കൊണ്ട് ഇന്ന് എന്തൊക്കെ ഒരു കാര്യങ്ങളാ ചെയ്യിപ്പിച്ചത്. നമ്മളെ നാത്തൂൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് താത്താക്ക് വല്ലതും മനസ്സിലായി.